വെൽക്കം ബാക്ക് ടു ദ ബുക്ക് ഹൗസ്. ബുക്ക് ഹൗസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എസ്സേ ആണ് ബൈ ദ റൈറ്റർ സാദി സ്മിത്ത്. സോ ആദ്യം നമുക്ക് ആരാണ് സാദി സ്മിത്ത്, ഇവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സാദി സ്മിത്ത് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ് ആൻഡ് ഓൾസോ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. She is widely known for her works that explore race, identity, class, language, and multiculturalism in the contemporary society. She was born on 25th of October 1975 in London, England, to a Jamaican mother and an English father. Growing up in the multicultural environment strongly influenced her writing and worldview. സോ സാദി സ്മിത്ത് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്, ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ആൻഡ് ഇവരുടെ കൂടുതൽ വർക്ക്സും എക്സ്പ്ലോർ ചെയ്യുന്ന തീം എന്ന് പറയുന്നത് റേസ്, ഐഡൻറ്റിറ്റി, ക്ലാസ്, മൾട്ടി കൾച്ചറലിസം, ലാംഗ്വേജ്, കണ്ടംപററി സൊസൈറ്റിയിൽ ഇതൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നതൊക്കെയാണ് ഇവരുടെ മെയിൻ തീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവർ ജനിക്കുന്നത് ലണ്ടനിലാണ്, ഇംഗ്ലണ്ടിൽ. അമ്മ ഒരു ജമൈക്കൻ ആണ്, അച്ഛനൊരു ഇംഗ്ലീഷാണ്. ആൻഡ് ഈ ഒരു സംഭവം തന്നെ, അതായത് രണ്ട് കൾച്ചറലിൻ്റെ ഒരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ ഗ്രോ ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെ ഇവരുടെ റൈറ്റിങ്സിനെയും അത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവരുടെ വേൾഡ് വ്യൂവിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ സാദി സ്മിത്ത് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അറ്റ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി where she began writing fiction seriously. Even before graduating, she attracted attention for her literary talent. സോ ഇതൊക്കെയാണ് സാദി സ്മിത്തിനെ കുറിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് നമുക്ക് നോക്കാം. ഇവരുടെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത്, ഡെബ്യൂട്ട് നോവൽ എന്ന് പറയുന്നത് വൈറ്റ് ടീത്ത് ആണ്. ഓക്കെ, ഇൻ ദ ഇയർ 2000, ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്, വൈറ്റ് ടീത്ത് ഇൻ ദ ഇയർ 2000. ഇനി നമ്മളുടെ ഈ എസ്സേ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ലെക്ചറായിരുന്നു. ഓക്കെ, ഇവർ കൊടുത്തിരുന്ന ഒരു ലെക്ചറായിരുന്നു. ആൻഡ് ലേറ്റർ ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ കളക്ഷൻ. പറയാമേ ഒരു സെക്കൻഡ്. ഫീൽ ഫ്രീ 2018 എസ്സേ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫീൽ ഫ്രീ എന്ന് പറയുന്ന എസ്സേ കളക്ഷനിൽ. പക്ഷേ ചില സോഴ്സസിൽ ചേഞ്ചിങ് മൈ മൈൻഡ് 2009 എന്നും പറയുന്നുണ്ട്. സോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ഇത് ഫീൽ ഫ്രീയിലാണ് എന്നതാണ് അറിയുന്നത് ഞാൻ. ഓക്കെ, ഫീൽ ഫ്രീ ഇൻ ദ ഇയർ 2018. It includes the essay Speaking in Tongues, which focuses on language, freedom, identity and art. ഇനി ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരുടെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് വൈറ്റ് ടീത്ത് ആണ്, ഇൻ ദ ഇയർ 2000. പിന്നെ ദ ഓട്ടോഗ്രാഫ് മാൻ ഉണ്ട്, പിന്നെ ഓൺ ബ്യൂട്ടി, പിന്നീട് സ്വിങ് ടൈം, ദ ഫ്രോഡ് റീസെൻ്റ് ആയിട്ട് ഉള്ളതാണ്, 2023 ദ ഫ്രോഡ് എന്ന് പറയുന്നത്. ആൻഡ് നൗ ഈ ഫ്രോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഹിസ്റ്റോറിക്കൽ നോവൽ എക്സാമിനിങ് ട്രൂത്ത്, ജസ്റ്റിസ് ആൻഡ് റേസ് ഇൻ ദ വിക്ടോറിയൻ ഇംഗ്ലണ്ട്. വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ട്രൂത്തും ജസ്റ്റിസും റേസിനെയൊക്കെ എക്സാമിൻ ചെയ്യുന്ന ഒരു നോവലാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ കളക്ഷനാണ് ചേഞ്ചിങ് മൈ മൈൻഡ് ഇൻ ദ ഇയർ 2009 ആൻഡ് ഫീൽ ഫ്രീ ഇൻ ദ ഇയർ 2018. സോ ഇതിലാണ് സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്ന് പറയുന്ന നമ്മളുടെ ലെക്ചർ പാർട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു അവർ ടോപ്പിക്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവരുടെ അമ്മ ഒരു ജമൈക്കൻ കാരിയും അച്ഛനെന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മാനുമായിരുന്നു. സോ ഇങ്ങനെ ഒരു മൾട്ടി കൾച്ചറൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് ഇവരുടെ റൈറ്റിങ്ങിനെയും അത് ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. സോറി. സോ നമുക്ക് നമ്മളുടെ എസ്സേ നോക്കാം. സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്ന് പറയുന്ന എസ്സേയിലൂടെ നമ്മളുടെ റൈറ്റർ സാദി സ്മിത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത് ലാംഗ്വേജും ഐഡൻറ്റിറ്റിയും ആൻഡ് വോയിസുമാണ്. ഓക്കെ, ലാംഗ്വേജ്, ഐഡൻറ്റിറ്റി ആൻഡ് വോയിസ് ഇൻ റിലേഷൻ ടു റേസ്, ക്ലാസ് ആൻഡ് ഒത്തൻറ്റിസിറ്റി. ഓരോരുത്തരുടെ റേസിനെയും ക്ലാസ്സിനെയും ഒത്തൻറ്റിസിറ്റീനെയും വെച്ചിട്ട് എങ്ങനെയാണ് അവരുടെ ലാംഗ്വേജ്, ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ വോയിസസ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവർ ഈ ലെക്ചറിലൂടെ അല്ലെങ്കിൽ ഈ ഒരു എസ്സേയിലൂടെ നമ്മളുടെ റൈറ്റർ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളെല്ലാവരും വീട്ടിൽ സംസാരിക്കുന്ന വേറൊരു രീതിയും നമ്മൾ പുറത്ത് സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലോ കോളേജിലോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നു. സോ ഇതല്ല ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന രീതി അല്ലേ. അപ്പം അതെല്ലാം ഡിഫറെൻ്റാണ് എന്നും പറഞ്ഞിട്ട് നമ്മളിപ്പം ഫേക്ക് ചെയ്യുമല്ലോ. അത് ബിഗ് ബോസിലൊക്കെ പറയുന്ന പോലെ നമ്മളൊരിക്കലും അത് ഫേക്ക് ചെയ്യുന്നതല്ല. അത് നമുക്ക് നാച്ചുറലി നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മളുടെ ആ ഒരു
എന്താ പറയുക, ആ ഒരു എക്സ്പോഷറിൽ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് വരുന്നതാണ് നമ്മളുടെ ഈ ഒരു സംസാരത്തിലുള്ള ടോണിൻ്റെ അല്ലെങ്കിൽ രജിസ്റ്റർ, അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് നമുക്ക് വരുന്നതാണ്. സോ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ റൈറ്റർ ഇവരുടെ എസ്സേയിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് സ്മിത്ത് എങ്ങനെ എസ്സേ ബിഗിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷീ ബിഗിൻസ് ബൈ റിഫ്ലക്റ്റിംഗ് ഓൺ ഹൗ പീപ്പിൾ ഓഫൻ ജഡ്ജ് അതേഴ്സ് by the way they speak. Accent, dialect, and speak patterns are treated as markers of intelligence, class, and cultural belongings. She challenges this idea and argues that no single way of speaking is more real or authentic than other. സോ എന്താണ് ഇതിലൂടെ പറയുന്നത്? സോ ആദ്യം തന്നെ നമ്മളുടെ റൈറ്റർ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മളുടെ സംസാര ശൈലി വെച്ചിട്ട്, നമ്മൾ സംസാരിക്കുന്ന രീതി വെച്ചിട്ട് എങ്ങനെയാണ് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സെൻറ്റ്, നമ്മളുടെ ഡയലക്റ്റ്, നമ്മളുടെ സ്പീച്ച് പാറ്റേൺ ഒക്കെ എങ്ങനെയാണ് ഒരു മാർക്കേഴ്സ് ഓഫ് ഇൻ്റലിജൻസ്, ക്ലാസ് ആൻഡ് കൾച്ചറൽ ബിലോങ്ങിങ് ആയിട്ട് മാറും. ഇപ്പം നമ്മൾ പറയുമല്ലോ, അവൻ്റെ സംസാരം കേട്ടാലേ അറിയാം, അല്ലെങ്കിൽ അവളുടെ സംസാരം കേട്ടാലേ അറിയാം, നമ്മൾ അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു കൾച്ചറിൽ നിന്നാണ് വരുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. സോ എങ്ങനെയാണ് ആൾക്കാർ അതിനെ ജഡ്ജ് ചെയ്യുന്നത് എന്നതാണ് നമ്മളുടെ റൈറ്റർ ഇവിടെ ആദ്യം എക്സ്പ്ലോർ ചെയ്യുന്ന തീം. ഓക്കെ, ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഒരു ഡിസ്റ്റിങ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി ഇവർ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഷീ ചലഞ്ചസ് ദിസ് ഐഡിയ ആൻഡ് ആർഗ്യൂസ് ദാറ്റ് നോ സിംഗിൾ വേ ഓഫ് സ്പീക്കിംഗ് ഇസ് മോർ റിയൽ ഓർ ഒത്തൻറ്റിക് ദാൻ ദ അതർ. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നതാണ് എൻ്റെ റിയൽ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒത്തൻറ്റിക് സ്പീക്ക് എന്ന് ഞാനിപ്പോൾ വേറൊരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ വേറൊരു എൻവയോൺമെൻറ്റിൽ സംസാരിക്കുമ്പോൾ അതാണ് റിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ഡിസ്റ്റിങ്ഷ് ചെയ്ത് പറയാൻ പറ്റില്ല എന്നാണ് സ്പീക്കർ പറയുന്നത്. ഓക്കെ, ഇനി നൗ ദിസ് എസ്സേ ഫോക്കസസ് സ്ട്രോങ്ലി ഓൺ ബ്ലാക്ക് ഐഡൻറ്റിറ്റി ആൻഡ് ലാംഗ്വേജ്. അതിൽ എക്സാമ്പിളിലേക്ക് നമ്മൾ വരും. ബരാക്ക് ഒബാമയുടെ ഒരു എക്സാമ്പിൾ നമ്മൾ ഇതിലേക്ക് പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നൗ ദ എസ്സേ സ്ട്രോങ്ലി ഫോക്കസസ് ഓൺ ബ്ലാക്ക് ഐഡൻറ്റിറ്റി ആൻഡ് ലാംഗ്വേജ്, പെർട്ടിക്കുലർലി ദ പ്രഷർ ഓൺ ദ ബ്ലാക്ക് പീപ്പിൾ ടു സൗണ്ട് എ certain way. Smith discusses how black speakers are often expected to use a natural or authentic black voice, and how deviation from this, such as speaking in a formal or educated manner, is sometimes viewed as betrayal or artificial. സോ ഇനി നമ്മളുടെ റൈറ്റർ ഇനി ഫോക്കസ് ചെയ്യുന്ന സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ബ്ലാക്ക് ഐഡൻറ്റിറ്റി ആൻഡ് ലാംഗ്വേജിനെ ആൾക്കാർ ഷേപ്പ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരാൾ സംസാരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് അയാളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ, അതാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഐഡൻറ്റിറ്റി ആൻഡ് ലാംഗ്വേജ്. ഈ ബ്ലാക്ക് പീപ്പിളിന് ഒരു പ്രഷർ സമൂഹം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരിങ്ങനെയൊക്കെ സംസാരിക്കണം, ഇന്ന രീതിയിൽ അവർ സംസാരിക്കാൻ പാടുള്ളൂ. ഇൻ കേസ് അവർ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒരു മാനേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ലാംഗ്വേജിനെ അവർ ബിട്രയൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയുന്നു. മനസ്സിലായോ? അത് നമ്മളിപ്പോൾ നേരത്തെ ഒരു പോം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, വിച്ച് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക് എന്ന് പറയുന്നത്. അരുൺ കാമ്പിലയുടെ ഒരു പോം നമ്മൾ ദളിത് ലിറ്ററേച്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലും എങ്ങനെയാണ് പറയുന്നത്, അതായത് ആ ദളിത് ബോയ്ക്ക് അവൻ്റെ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അവൻ്റെ ബ്രാഹ്മൺ ടീച്ചർ പറയുന്ന ലാംഗ്വേജും അവന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അവൻ ഏത് ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് അവസാനം വന്ന് നിൽക്കുന്നത്. സോ അതേ സെയിം അവസ്ഥ തന്നെയാണ് ഇവിടെ നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് പീപ്പിളിനും പറയുന്നത്. അവർക്ക് അവരുടെ രീതിയിൽ സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കൾച്ചറലി ഭയങ്കര ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാരായിട്ട് അവരെ ചിത്രീകരിക്കപ്പെടും. ഇനി അവർ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ഫേക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജിന് അവരൊരു ബിട്രയലൊക്കെ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. സോ ഇവിടെ നമ്മളുടെ റൈറ്റർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ അല്ലെങ്കിൽ ഒരു ഒത്തൻറ്റിക് വേ എന്ന് പറയുന്നത് അതില്ല. ഓക്കെ, ഒരു സിംഗിൾ വേ എന്ന് പറയുന്നത് ഇല്ല. നമ്മൾ മനുഷ്യർ പല സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോസ് ആകുമ്പോൾ പല രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ സംസാരിക്കണം, ഒരു സിംഗിൾ വേയിൽ തന്നെ നമ്മൾ ത്രൂ ഔട്ട് സംസാരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ,
Now, next ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മിത്ത് ഇൻട്രൊഡ്യൂസസ് ദ ഐഡിയ ദാറ്റ് എവറി വൺ സ്പീക്സ് ഇൻ മൾട്ടിപ്പിൾ വോയിസസ് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് അല്ലേ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളുടെ ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് നമ്മളുടെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ശൈലിയിൽ, നമ്മളുടെ ഡയലക്റ്റിൽ, നമ്മളുടെ രജിസ്റ്ററിൽ, നമ്മൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറിയിലൊക്കെ ഡിഫറെൻറ്റ് നമ്മൾ എന്താ പറയുക മാറ്റങ്ങൾ കൊണ്ടുവരും. സോ അത് നമ്മളുടെ ആ ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ സ്കൂളിലാണോ, വീട്ടിലാണോ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിലാണെങ്കിലൊക്കെ ഇങ്ങനെ നമ്മളുടെ ലാംഗ്വേജ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതിന് പറയുന്നതാണ് കോഡ് സ്വിച്ചിങ്. ഓക്കെ, ദിസ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഒരു ഡിസ്ഹോണസ്റ്റി അല്ല, ഒരിക്കലും അത് നമ്മൾ ഡിസ്ഹോണസ്റ്റായിട്ട് നമ്മൾ പറയുന്നതല്ല, പക്ഷേ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്, വിച്ച് ഈസ് വെരി ട്രൂ. നൗ ഷീ ആർഗ്യൂസ് ദാറ്റ് ലാംഗ്വേജ് ഇസ് സംതിങ് ബി പെർഫോം ആൻഡ് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദറ്റ് ഇസ് ഫിക്സ്ഡ് അറ്റ് ബർത്ത് അല്ലേ. നമ്മളിപ്പം നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതാണെങ്കിലും എങ്ങനെയാണ്, നമ്മൾ പലയിടത്തുനിന്നും കേട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. നമ്മൾ ചോംസ്കിയുടെയൊക്കെ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ലാംഗ്വേജ് നമ്മളുടെ പുതിയ പുതിയ വൊക്കാബുലറീസ് നമ്മളുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് വരുമ്പോഴാണ് അതൊരു നമ്മളൊരു ലാംഗ്വേജിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ നമ്മളുടെ സ്മിത്തും പറയുന്നത്. ഈ ഒരു കോഡ് സ്വിച്ചിങ്, അതായത് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലെത്തുമ്പോൾ നമ്മൾ പല രീതിയിൽ സംസാരിക്കുന്നത്, നമ്മളുടെ ആക്സെൻറ്റിൽ അല്ലെങ്കിൽ ഡയലക്റ്റിലൊക്കെ വ്യത്യാസം വരുന്നത്, അത് ഒരിക്കലും ഒരു ഡിസ്ഹോണസ്റ്റി അല്ല, ബട്ട് ഇറ്റ് ഈസ് നോൺ ആസ് കോഡ് സ്വിച്ചിങ്. അത് നമ്മളുടെ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇൻ്റലിജൻസിൻ്റെയും അഡാപ്റ്റബിലിറ്റിയുടെയും ഭാഗമായിട്ടാണ് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഭാഷയിൽ വ്യത്യാസം വരുന്നത് എന്നാണ് സ്മിത്ത് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഷീ ആർഗ്യൂസ്, അവർ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ബർത്തിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നമുക്ക് തരുന്നൊരു സാധനമല്ല, നമ്മളത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചും ഒക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നതാണ്. ഓക്കെ, നൗ ഷീ ഓൾസോ ക്രിട്ടിക്സ് ദ റൊമാൻറ്റിക് ഐഡിയ ദാറ്റ് ദർ ഇസ് എ പ്യുവർ ഒറിജിനൽ വോയിസ് ഹിഡൻ ഇൻസൈഡ് എവറി പേഴ്സൺ. ഇൻസ്റ്റെഡ് ഷീ സജസ്റ്റ് ദാറ്റ് identity is fluid and constructed, shaped by social experience, education and choice. ഓക്കെ, ഇനി ഇവർ നെക്സ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ നമുക്കൊരു പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒറിജിനൽ ആയിട്ടുള്ളൊരു വോയിസ് ഉണ്ട് എന്ന് പറയുന്നത് അത് ശരിയല്ല എന്നാണ് നമ്മളുടെ സ്മിത്ത് പറയുന്നത്. ഓക്കെ, അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് ഫ്ലൂയിഡാണ്, അത് കൺസ്ട്രക്റ്റഡ് ആണ്, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, നമ്മൾ അതിനെ കൺസ്ട്രക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ ദ സോഷ്യൽ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ദ ചോയ്സസ് വി മേക്ക്. സോ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പോയിൻ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സെൻട്രൽ തീം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജും പവറും, പിന്നെ റേസ് ആൻഡ് കൾച്ചറൽ എക്സ്പെക്റ്റേഷൻ, ഒരു റേസിൽ പെട്ട ആൾ ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ. നെക്സ്റ്റ് ഈസ് ഒത്തൻറ്റിസിറ്റി ആൻഡ് പെർഫോമൻസ്, അതിൽ നമുക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ് ആ ഒരു പ്യുവർ വേ ഓഫ് നമ്മൾ സംസാരിക്കണം, പ്യുവർ വേ ഓഫ് സ്പീക്ക് ഒരാൾക്കുണ്ട് എന്ന് പറയുന്നതും അത്. ഓക്കെ, പിന്നീട് കോഡ് സ്വിച്ചിങ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. ഈ കോഡ് സ്വിച്ചിങ്ങിനെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാനുണ്ട്. ഇതിൽ ഇവർ ബരാക്ക് ഒബാമയുടെ കാര്യവും അവരുടെ സ്വന്തം കാര്യവും പറയുന്നുണ്ട്. ബരാക്ക് ഒബാമ, ഇനി ഓക്കെ നമുക്കതിലേക്ക് പോവാം. ഓക്കെ, സ്മിത്ത് യൂസസ് ബരാക്ക് ഒബാമ ആസ് ആൻ എക്സാമ്പിൾ ഓഫ് കോഡ് സ്വിച്ചിങ്. She points out that Obama changes his way of speaking depending on the audience. സോ നമുക്കറിയാം ഒബാമ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് അമേരിക്കൻ ആണ് അല്ലേ. സോ ഒബാമ ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം കുറച്ചുകൂടി ഫോർമലായിട്ടുള്ള പോളിഷ്ഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഇദ്ദേഹം ഒരു ബ്ലാക്ക് ഓഡിയൻസിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കിനെ സംസാരിക്കുമ്പോൾ, ബ്ലാക്ക് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ബ്ലാക്ക് വെർനാക്കുലർ റിതംസും ടോൺസും എക്സ്പ്രഷൻസും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇതിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഒബാമ ഫേക്ക് ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഒബാമ ക്രൗഡിനെ അനുസരിച്ച് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിനെ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിനെ സ്വിച്ച് ചെയ്യുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കോഡ് സ്വിച്ചിങ്. ഓക്കെ, ആൻഡ് ഷീ ആർഗ്യൂസ് ദാറ്റ് ഇനി ബരാക്ക് ഒബാമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്, ക്രിട്ടിക്ക് എന്ന് പറയുന്നുണ്ട് ബരാക്ക് ഒബാമ ഭയങ്കര അൺഅത്തൻറ്റിക് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സ്മിത്ത് ഇതിനെ സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഇവരുടെ സ്വന്തം ലൈഫിനെ എടുത്ത് ഇതിനെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വർക്കിംഗ് ക്ലാസ് നിന്ന് ഇവർ പഠിക്കാനായിട്ട് മാറിപ്പോയപ്പോഴത്തേക്കും ലണ്ടനിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും ഇവരുടെ ലാംഗ്വേജിലുണ്ടായ ഷിഫ്റ്റ് അതെങ്ങനെയായിരുന്നു എന്നും നമ്മളുടെ സ്മിത്ത് ഈ ഒരു ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. സ്മിത്ത് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ബ്രിട്ടീഷ് വുമൺ ആണ്. സോ ഇവർ
വീട്ടിൽ സംസാരിക്കുന്ന വേറൊരു രീതിയിലാണ്, ഇവരുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയിൽ. ഇനി ഇവർ അക്കാഡമിക് സ്പേസിൽ അല്ലെങ്കിൽ ഒരു ലിറ്റററി സ്പേസിൽ പോകുമ്പോഴത്തേക്കും വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. ആൻഡ് ഓൾസോ പബ്ലിക് ഇൻ്റർവ്യൂസിലൊക്കെ വരുമ്പോഴത്തേക്കും വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് ഇവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊന്നും ഒരിക്കലും ഫേക്ക് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അൺഒത്തൻറ്റിക് ആവുന്നതല്ല, അത് നാച്ചുറലി വരുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. And she explains that people often expect her to sound naturally black or assume that her educated speech is artificial or imposed. പിന്നെ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അക്സെൻസ് ഫേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലോ, അത് ഡെലിബറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അത് വേറൊരു രീതി. പക്ഷെ നാച്ചുറലായിട്ട് വരുന്നത് അതൊരിക്കലും അൺഒത്തൻറ്റിക് അല്ല എന്നാണ് നമ്മളുടെ സ്മിത്ത് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു എസ്സേയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പോയിൻറ്റ്സ്. നമുക്ക് പോയിൻറ്റ് ബൈ പോയിൻ്റ് ഇട്ടിട്ട് നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദളിത് ലിറ്ററേച്ചറിൻ്റെ ആ ഒരു പോയിൻ്റൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് എടുത്തിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ. സോ ഇത്രയും തന്നെ ഇലാബറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. പിന്നെ ഗൂഗിളിൽ ഞാനിപ്പോഴും നോക്കിയായിരുന്നു, ഈ ഒരു എസ്സേ അപ്പിയർ ചെയ്യുന്നത് ചേഞ്ചിങ് മൈ മൈൻഡ് എന്ന് പറയുന്ന കളക്ഷനിലാണെന്നാണ് പറയുന്നത്. സോ നിങ്ങളും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അത് എഴുതുക. ഓക്കെ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.